തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ CPIഎമ്മിന് മുന്നിലുള്ള ഒരു വലിയ തലവേദനയാണ് ശബരിമല യുവതീ പ്രവേശനവും ഇതു സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും. വിശാല ബെഞ്ചിന് മുമ്പിൽ ഈ മാർച്ച് മാസം 14 മുമ്പ് സർക്കാരിന് പറയാനുള്ളത് അറിയിക്കണം. മാത്രവുമല്ല, ദേവസ്വം ബോർഡും പറയാനുള്ളത് പറയേണ്ടി വരും. അതായത് യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കോടതിക്ക് അറിയേണ്ടത്. എന്തായാലും ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. ആചാരലംഘനം ഒരിക്കലും ശബരിമലയിൽ ഉണ്ടാകില്ല. ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. യുവതി പ്രവേശനം അരുത് എന്ന നിലപാടിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത്. അവർ മാർച്ച് 14 ഈ വിവരം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. വിശാല ബെഞ്ചിന് മുന്നിലേക്കാണ് ഇപ്പോൾ യുവതി പ്രവേശനം സംബന്ധിച്ച കേസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നീക്കം വളരെയധികം സൂക്ഷിച്ച് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ വ്യക്തമായി കോടതിക്ക് മുന്നിൽ അറിയിക്കുക തന്നെ വേണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് പാർട്ടിയുടെ നിലപാട് കൂടിയായിരിക്കും. ആ പാർട്ടി നിലപാട് എന്തെന്നുള്ളത് ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കം വേണ്ട എന്ന നിലപാടാണ് പല മന്ത്രിമാർക്കും ഒപ്പം സർക്കാരിനും ഉള്ളത്. എന്തായാലും സർക്കാർ അനുകൂലമായൊരു നിലപാട് തന്നെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തരും. 2007 VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് യുവതി പ്രവേശനം ആകാം എന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. അത് പിന്നീട് വലിയ തരത്തിലെ ചർച്ചകളായി, വിവാദങ്ങളായി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ എന്ന സമയത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് യുവതി പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് അന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ വീണ്ടും സർക്കാരുകൾ മാറി വന്നപ്പോഴേക്കും നടപടിക്രമങ്ങളിലും മാറ്റമുണ്ടായി. 2018 സുപ്രീം കോടതി തന്നെ യുവതി പ്രവേശനത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഇടതു സർക്കാർ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, യുവതി പ്രവേശനത്തിന് അനുകൂലമായ ചില നിലപാടുകൾ അല്ലെങ്കിൽ രീതികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 2018 2019 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെയാണ് ശബരിമലയ്ക്ക് സമീപത്തും ശബരിമലയിലുമൊക്കെ നടന്നത്. അത് പിന്നീട് വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നത്തിൽ വരെ എത്തി. കർമ്മസമിതി എന്ന പേരിൽ അയ്യപ്പ ഭക്തരുടെ സംഘടന രൂപം കൊണ്ടു. സംസ്ഥാനത്ത് എല്ലായിടത്തും വലിയ തരത്തിലുള്ള സമരങ്ങളുണ്ടായി. ഈ സമരങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളും ഒരു പരിധിവരെ വിജയം കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും കണ്ടും തീരുമാനിച്ചാൽ മതി എന്ന നിലപാടിലാണ് സർക്കാർ. പ്രത്യേകിച്ചും ഈ മാസം അല്ലെങ്കിൽ മാർച്ച് 14 എന്നുള്ളത് വളരെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസങ്ങൾക്കിടയിൽ തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോകുന്നത്. പ്രഖ്യാപനം വന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുകയും ചെയ്യും. അതുകൊണ്ട് ആലോചിച്ചുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2018-19 സമയങ്ങളിലൊക്കെ തന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട അന്ന് സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങൾ, നിലപാടുകൾ അത് ഇപ്പോഴും ചർച്ചയായി തുടരുകയാണ്. പല ഹിന്ദു സംഘടനകളും സർക്കാരിൻ്റെ അന്നത്തെ നിലപാടുകളെ കർശനമായി എതിർക്കുകയും അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാക്കി മാറ്റാനുള്ള രീതിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. UDFും അങ്ങനെ തന്നെയാണ്. കാരണം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് സർക്കാർ പരസ്യമായി പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആവശ്യം. എന്തായാലും മാർച്ച് 4 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.